അങ്ങനെ അതും സംഭവിച്ചു. ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിരിക്കും. കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. ഇനി കോടതി ഹാജരാക്കുന്നു. അല്ല, അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തും. ഉടനെ കോടതി ഹാജരാകും. അത് അറസ്റ്റ് വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഗൂഢാലോചന സിദ്ധാന്തം വെച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടാണ് മണിക്കൂറുകളെ. ഇപ്പോൾ CPM-ലായതുകൊണ്ട് ഇത്തരം സിദ്ധാന്തങ്ങൾ നേരത്തെ മനസ്സിലാവുമല്ലോ. ആരെങ്കിലും ചോർത്തി കൊടുത്താണ്. പിണറായി പോലീസ് ആയതുകൊണ്ട് നിങ്ങളെ പിടിക്കാനുള്ള എല്ലാ തീരുമാനമായി എന്ന് അറിഞ്ഞാണ്. അതെ, ഭക്തജനങ്ങളെ നിങ്ങൾ എന്നെ രക്ഷിക്കൂ, നിങ്ങൾ 4 ചുറ്റും നിന്ന് എന്നെ രക്ഷിക്കൂ എന്ന രീതിയിൽ നിയമത്തിൻ്റെ മുന്നിൽ വൃത്തികേടും കാണിച്ചിട്ട് ഭക്തജനങ്ങളെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഭക്തജനങ്ങളോടാണ് ഈ വൃത്തികേടും കാണിച്ചിട്ടുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിണറായിയുടെ കാലത്ത് SIT ഇയാളെ തൊട്ടിരുന്നില്ല. അന്ന് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത്. അയാളെ അറസ്റ്റ് ചെയ്യാൻ തക്കതായിട്ട് തെളിവുകളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇതിനകത്ത് തെളിവ് വന്നു? അതായത് നമ്മളൊന്ന് ആലോചിക്കണം, 2018 കാലഘട്ടം മുതലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ A പത്മകുമാറും N വാസുവും ശങ്കർദാസും ഒക്കെ അകത്തായി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ശേഷിക്കുന്നത് ഇയാളായിരുന്നു. ഇയാൾക്കൊപ്പം തന്നെ വേറൊരു മെമ്പറുണ്ട്. അയാളെ കൂടി അറസ്റ്റ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ടൊരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ അയാളെ SIT പ്രതി ചേർത്തിട്ടില്ല. അവിടെയാണ് സംഭവം വന്നിരിക്കുന്നത്. ഇതിപ്പോൾ 2018 കൊണ്ടുപോയി സ്വർണം പൂശിയ പാളികൾ അതിന് മങ്ങലേറ്റത് കാരണം വീണ്ടും ഇതിനു വേണ്ടി കൊണ്ടുപോയി എന്നുള്ള കുറ്റമാണ്, അതിന് അനുവാദം കൊടുത്തു എന്നുള്ള കുറ്റമാണ് ഇയാൾക്കെതിരെ വന്നിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ അയാളുടെ കർമ്മഫലമാണ്. ശബരിമല ദേവസ്വം ഇരുന്നുകൊണ്ട് പിന്നെ അയ്യപ്പനോട് കാണിച്ച വൃത്തികേട് മാത്രമല്ല, നമുക്ക് ഓർമ്മയുണ്ട മുഷ്ടിയൂരിട്ടി സ്വാമി ശരണയപ്പ എന്ന് വിളിച്ച് ഓർമ്മയുണ്ട. ഇതാണ് സഹായപ്പ സിന്ധാവെന്ന് വിളിക്കാത്ത ഭാഗ്യം. അത് പിണറായി വിജയനെ കാണിച്ചതാണ്. കാരണം അദ്ദേഹത്തിന് പിണറായി വിജയൻ പുറമെ പരുക്കൻ അടവ് പ്രയോഗിച്ച് ഞാൻ നിരീശ്വരവാദിയാണ് എന്ന് പറയുന്ന അദ്ദേഹം ഗുരുവായൂർ ചെന്നപ്പോൾ ചോദിച്ചതല്ലേ, അവിടെയാണോ കൃഷ്ണ ഇരിക്കുന്നത്? വീട്ടുകാർ ഈ നാട്ടിലും തമിഴ്നാട്ടിലും സകല അമ്പലങ്ങളും കയറി ഇറങ്ങി അർച്ചനയും പൂജയും എല്ലാം നടത്തുന്നുണ്ട്. അപ്പോഴാണ് ചോദിക്കുന്നത്, അവിടെയാണോ സഖാവ് അയ്യപ്പൻ ഇരിക്കുന്നത്, സഖാവ് കൃഷ്ണ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇപ്പൊ എന്താണ് നമുക്കറിയാവുന്ന പോലെ PS പ്രശാന്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവിടുത്തെ ആനുകൂല്യങ്ങൾ പറ്റാവുന്നിടത്തോളം പരമാവധി കൈപ്പറ്റി ഒരു നിയമസഭാ ഇലക്ഷൻ സീറ്റും വാങ്ങി മത്സരിച്ച് തോറ്റതിന്റെ തൊട്ടടുത്ത ആഴ്ച മറുകണ്ഠം ചാടി. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ നേതാവിന്റെ നല്ലൊരു ആ മനുഷ്യന്റെ കണ്ണീരാണ് ശരിക്കും ഇയാൾ കിട്ടിയ ശാപം എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി ആരും ശവിക്കില്ല, പക്ഷേ ആ മനുഷ്യന്റെ മനസ്സ് അത്ര വേദനിപ്പിച്ചിട്ടാണ് ഇയാൾ പാർട്ടി വിട്ടുപോയത്. 2021 നെടുമങ്ങാട്ട് ശരിക്കും പറഞ്ഞാൽ പാലോട് രവിയാണ് അവിടെ മത്സരിക്കേണ്ടിയിരുന്നത്. പാലോട് രവിക്ക് പകരം ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ നെടുമങ്ങാട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പോലും എതിരായിരുന്നു. ഇയാളാക്കരുത് എന്ന് എല്ലാവരും പറഞ്ഞു. കാരണം ഇയാൾക്ക് നെടുമങ്ങാട്ടുള്ള ആളൊന്നും ഒരു ബന്ധവുമില്ല. പാലോട് രവി നേരത്തെ പലവണ MLA ആയിരിക്കും അവിടെ നിർവഹിക്കാൻ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇയാൾക്ക് എന്നിട്ട് എല്ലാവരും പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ചെറുപ്പക്കാരനാണല്ലോ, അല്ലെങ്കിൽ ഇയാൾക്കാർ സീറ്റ് കൊടുക്കുന്നു. ഇയാൾക്കെന്തോ ആരോഗ്യ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് ഉമ്മൻചാണ്ടിയോടൊപ്പം കൂട്ടിരുന്നത് കേട്ടിട്ടുണ്ട് ഒരുപാട് നേരം. ഉമ്മൻചാണ്ടിയുടെ മാനസപുത്രനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത DC പ്രസിഡന്റ് അയാളെ ശ്രമിച്ചു വന്നു. പക്ഷേ പാലോട് രവിയാണ് DC പ്രസിഡന്റ് ആക്കിയത്. അപ്പോഴാണ് പതുക്കെ CPM-കാർ അന്ന് അവർ പലരെയും ഇങ്ങനെ കെണി വെച്ച് പിടിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഇയാളും കെണി ആയിട്ട് വന്നു. എന്താണ് വാഗ്ദാനം എന്ന് പറഞ്ഞത്? നല്ല വാഗ്ദാനം കൊടുത്താണ്. ഇയാൾ മരണം ചാടാൻ തീരുമാനിക്കുന്നു. ഉമ്മൻചാണ്ടി ഫോൺ ചെയ്തിട്ട് ഇയാൾ ആദ്യം ഉമ്മൻചാണ്ടി പോകില്ലെന്ന് പറഞ്ഞു, പിന്നെ ഫോൺ ചെയ്ത് ഫോൺ എടുത്തില്ല എന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി കൂടെയുള്ള ആരോ ഫോൺ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾ പത്രസമ്മേളനം നടത്തി പാർട്ടി ഇടാൻ പോവുകയാണെന്നുള്ള കാര്യം. ശരിക്കും ഉമ്മൻചാണ്ടിയുടെ കണ്ണ് നിറഞ്ഞു എന്നത് കണ്ടു നിന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം സങ്കടപ്പെട്ടു. അദ്ദേഹം കാരണം ഒരു ഇതിനു വേണ്ടി ഇത്രയും ചെയ്തു കൊടുത്തിട്ട് സകലതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ പാർട്ടിക്കകത്ത് ഉണ്ടാകണം. ഇയാൾക്ക് ഒരു അസംബ്ലി മണ്ഡലം മത്സരിക്കാൻ കൊടുത്തു, അതിനുശേഷം ഞാനത് തോറ്റു കഴിഞ്ഞ് വരുമ്പോൾ എന്നെ DCC പ്രസിഡന്റ് ആക്കണമെന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥം? സ്ഥാനം വേണമല്ലോ, എല്ലാം കൊടുത്തതല്ലേ. ഈ കോൺഗ്രസ് പാർട്ടി ചില ആളുകൾക്ക് എല്ലാ സാധനവും വാരിക്കോരി കൊടുത്തിട്ടുള്ള ചരിത്രമുണ്ട്, ചിലർക്കൊന്നും കിട്ടിയിട്ടില്ലാത്തവൻ. അതുപോലെ എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണ് പ്രശാന്ത്. അതെല്ലാം നന്നായിട്ട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എനിക്കൊന്നും നേരത്തെ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഇയാൾ യുവജനക്ഷേമ ബോർഡിന് ഇയാൾ ചെയർമാനൊക്കെ ആയിരുന്നു. കൊടുത്തിട്ടുണ്ട്, വലിയ പദവി എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതെല്ലാം ചെയ്തത്. പിന്നെ കുടുംബാംഗങ്ങൾ കിട്ടിയ ആനുകൂല്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ കിട്ടാവുന്നിടത്തോളം ആനുകൂല്യങ്ങൾ പറ്റിയിട്ട് തന്നെയാണ് ഇയാൾ പറയണം ചാടി. അത് അവിടെ ചാടി ഈ കാണിച്ചു കൂട്ടിയ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും അതിന് ഒരു അവസാനം ഉണ്ടായിരിക്കുന്നു. കാരണം അപ്പുറത്തോട്ട് ചാടി ചെന്നപ്പോഴേ അയാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. അപ്പോൾ അയാൾ വിചാരിച്ചു ഇത് താണ്ടാ സ്വർഗ്ഗലോകം, വലിയ വീട് അങ്ങോട്ട് പണിതുയർത്തുന്നു. അതെ, ഇവിടെ മെഡിക്കൽ കോളേജ് അവിടെ എത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ അദ്ദേഹത്തിന്റെ കൂടെ. അപ്പം എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം പലതവണ ശ്രമിച്ചു, നടന്നില്ല. എന്തായാലും ഒന്ന് ആലോചിക്കണം, പട്ടിണിയാണേലും പരിവട്ടമാണേലും കോൺഗ്രസിൽ ഒരു മാന്യമായ സ്ഥാനത്ത്
പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് സ്വർണ്ണക്കൊള്ള അമ്പലക്കള്ളൻ എന്ന പേര് കിട്ടി ഇപ്പോൾ ദാ നേരെ ജയിലിലോട്ടും പോകും. ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ വേദനിപ്പിച്ചവരാരും തന്നെ നേരെ പോയിട്ടില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അത് സത്യമാണ്. ഉമ്മൻചാണ്ടി നല്ലൊരു ഹൃദയമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം ആത്മാർത്ഥമായി സഹായിച്ച പലരും അദ്ദേഹത്തിനോട് തിരിഞ്ഞ് കാണിച്ച ഈ ക്രൂരതകൾക്കെല്ലാം വേറൊരാൾ തോറ്റം നമ്മൾ കണ്ടാണല്ലോ. നമ്മളന്ന് ഇലക്ഷൻ സർവേ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു. ആ മനുഷ്യനെ വേദനിപ്പിച്ചവരാരും ദൈവം വെറുതെ വിട്ടിട്ടില്ല. അത് നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങനെ ഒന്നുണ്ട്, അത് സത്യമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. PS പ്രശാന്ത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോട് കാണിച്ച നെറികേടിന് ദൈവം കൊടുത്ത അയ്യപ്പൻ കൊടുത്ത ശിക്ഷ തന്നെയാണിത്. 2 ഇയാൾ ശാസ്താവിനോട് കാണിച്ച അവിടെ നടന്ന എല്ലാ ക്രമക്കേടുകൾക്കും കൂട്ടിയിരിക്കുകയും ചെയ്തു. അതാണ് അയ്യപ്പനോട് കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പത്മകുമാർ അദ്ദേഹം അറസ്റ്റിലായതിനു ശേഷം ഇപ്പോൾ പുറത്തിറങ്ങി താൻ നിരപരാധിയാണെന്നും തന്നെ കുടുക്കിയതാണെന്നുമുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിന് പത്മകുമാറിനെ ആര് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം? കാരണം ഭരണം അവരുടേത്, അവരുടെ ബോർഡ്, പിണറായിയുടെ അതിവിശ്വസ്തൻ, ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ഈ അന്വേഷണ സംഘം, ഇനി അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആണെങ്കിൽ പോലും എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വെറുതെ അങ്ങ് പറയുക തന്നെ. അത് തന്നെയാണ് കാണിച്ചിട്ട് പിടി വീഴുമ്പോൾ എന്നെ കുടിക്കതാണെന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ടേ ഭക്തജനങ്ങളെ എന്നെ കൊടുക്കാൻ പോകുന്നവരെന്ന് പറഞ്ഞ് PS പ്രശാന്ത് എന്നെ കുറിപ്പിട്ടിരിക്കുകയല്ലേ. PS പ്രശാന്ത് പല കാലഘട്ടത്തിൽ, അതായത് ഈ SITയുടെ അന്വേഷണം തുടങ്ങുന്ന കാലഘട്ടം തൊട്ട് ഇരവാദം ഉന്നയിക്കും. അന്ന് ഇപ്പൊ അയാൾ പറയുന്നതിനൊരു കാരണമുണ്ട്. പിണറായിയുടെ പോലീസ് ഇരുന്ന സമയത്ത് അയാളെ തൊട്ടിട്ടില്ല. ഇപ്പൊ ചെന്നിത്തലയുടെ പോലീസ് വന്നതിന് ശേഷമാണ്. ഇപ്പൊ SIT എന്ന് പറയുന്നത് ചെന്നിത്തല പോലീസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഹൈക്കോടതിയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം, ഹൈക്കോടതി നിരീക്ഷണം അവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ചെന്നിത്തലയുടെ പോലീസ് അയാളെ കുടുക്കി എന്നാണ് അയാളൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ PS പ്രശാന്ത് കോൺഗ്രസ് വിട്ടു പോയ ഒരാളായതുകൊണ്ടും ഉമ്മൻചാണ്ടിയെ വേദനിപ്പിച്ച ഒരാളായതുകൊണ്ടും അയാൾക്കെതിരെ കോൺഗ്രസ് പക വീട്ടുന്നു എന്നൊരു തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അങ്ങനെയാണ് ഇവർ പറഞ്ഞുകൊണ്ട് വയ്ക്കുന്നത്. പക്ഷെ അതൊരിക്കലും ശരിയാവില്ല. SIT ഇപ്പം SIT ഈ അറസ്റ്റിനിടയിൽ, അന്വേഷണത്തിനിടയിൽ കുറേ അറസ്റ്റ് നടത്തി. അതിൽ ഒരു ദേവസ്വം ഉദ്യോഗസ്ഥനെ അകാരണമായിട്ടാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ അയാളും 2 ദിവസം അകത്ത് കിടക്കേണ്ടി വന്നു. അവസാനം കോടതി അയാൾക്ക് ജാമ്യം കൊടുത്തു. അയാൾക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ജാമ്യം. അയാൾ നേരിട്ട് ചെയ്തില്ലെങ്കിലും കണ്ണടച്ചു കൊടുത്തിട്ടെങ്കിലും ഉണ്ടായിരിക്കും. അതല്ല, ഇതിനകത്തൊക്കെ ഈ പറയുന്ന പോലെ അയ്യപ്പൻ്റെ കളിയാണ് എന്ന് വിശ്വാസികൾ പറയും. നമുക്ക് തോന്നുന്നു ഇത് അയ്യപ്പന്റെ കളിയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തന്മാരായിട്ട് ഇങ്ങനെ അകത്ത് പോകേണ്ട കലികാലമാണ്. അദ്ദേഹം കലിയുഗ വരദനെന്നാണ് അല്ലോ നമ്മുടെ സങ്കല്പം. അത് കറക്റ്റാണ്. കലികാലത്തിൽ ഈ ദുഷ്ടനിഗ്രഹം വരുത്തുക എന്നുള്ളത് അദ്ദേഹം പണ്ട് മഹിഷ്യമർദ്ദനത്തിന് ഒന്നാണല്ലോ, മഹിഷി ഇല്ലാതാക്കിയാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ കലികാലത്ത് ഇതുപോലത്തെ വൃത്തികൾ കാണിക്കുന്ന ആളിലേക്ക് തന്നെ കൃത്യമായിട്ട് തൂക്കാൻ തന്നെയാണ് അയ്യപ്പ എത്തിയിട്ടുള്ളത് ശാസ്താവ്. ഈ പുതിയ കേസിൽ ശരിക്കും പറഞ്ഞാൽ പ്രശാന്തിന് വേണ്ടി എടുത്ത കേസാണെന്ന് തോന്നുന്നു പുതിയ ഈ കേസ്. അത് 2ാമത്തെ ഇത് കൊണ്ടുപോയതിൻ്റെ കേസാണ്. ആദ്യം സ്വർണ്ണപ്പാളി കൊണ്ടുപോയി അതിൽ സ്വർണ്ണം അഴിച്ച് എടുത്തു എന്നുള്ളതാണ്. 2ാമതും ഇത് കൊണ്ടുപോയത് എന്തിന് എന്നുള്ള ഒരു ഊഹാപോഹമാണല്ലോ നിലനിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ള ആൾക്കാരും എല്ലാം ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ പുറത്ത് കിടക്കുന്നത്. അതിനിടയ്ക്ക് മുരാരി ബാബു എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസൂത്രകൻ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയുള്ളതെന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. ഈ പത്മകുമാർ, N വാസു, ഈ പറയുന്ന ശങ്കർദാസിനെ രക്ഷിക്കാൻ വേണ്ടി വലിയ നാടകങ്ങൾ വരെ മകനായിട്ടുള്ള SP ഹരിശങ്കർ നടത്തി. ഈ പറഞ്ഞ പോലെ ഹരിശങ്കറും പൂണ്ട് വിളയാടിയ ഒരാളാണ്. അത്രേ ഉള്ളൂ. ഈ ശബരിമലയിൽ അനീതി സംഘത്തെ കൊണ്ടുവരുന്നതിനും സ്ത്രീകളെ കയറ്റിവിടുന്നതിനും വേണ്ടിയുള്ള മാസ്റ്റർ ബ്രെയിൻ ഹരിശങ്കറിൻ്റെതായിരുന്നു. എല്ലാം പിണറായിയുടെ മുന്നിൽ വിശ്വസ്തരാവാൻ ശ്രമിക്കുന്നതാണല്ലോ. ഞങ്ങൾ അങ്ങയുടെ വിധേയനാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. പിണറായി അങ്കിൾ എന്നായിരുന്നു വിളിക്കുന്നത് എന്നാ പറയുന്നത്. സാധാരണ എല്ലാവരും മുഖ്യമന്ത്രി സർ എന്ന് വിളിക്കുമ്പോൾ ഇവർ അങ്കിൾമാർ കുറേ പേര് വിളിക്കുന്നുണ്ടായിരുന്നു. ഈ പിണറായി അങ്കിൾ എന്ന് വിളിക്കാൻ കുറേ ആൾക്കാരുണ്ട്. സിനിമാ താരങ്ങളുണ്ട്, പിന്നെ പിണറായിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, അങ്കിൾമാരുണ്ട്. അതുപോലെ ഈ പ്രശാന്തിനും എനിക്ക് തോന്നുന്നു പിണറായി അങ്കിൾ ആയിരുന്നായിരിക്കും. എന്താണെങ്കിലും അങ്കിളും ആൻറ്റിയും എല്ലാം കൂടെ കൂടി പ്രശാന്തിനെ ഒരു വഴിക്കാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളത് പ്രശാന്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ, ചുമ്മാതിരുന്നവൻ വെറുതെ പോയൊരു പാർട്ടിയിൽ ചേർന്ന് അവിടെ നിന്ന് സ്വർണ്ണമോഷണ കേസിൽ അകത്ത് പോയി അമ്പലക്കള്ളൻ സ്വർണ്ണക്കള്ളൻ എന്നുള്ള പേരും ബാക്കിയാക്കി തിരിച്ച് ശിഷ്ട ജീവിതത്തിലേക്ക് വരികയാണ്. എന്താണ് ഇനിയിപ്പോൾ അയാളിപ്പോൾ എന്താണ്? ഒരു മനുഷ്യനല്ലേ? അതെ, കോൺഗ്രസിനെ കൊണ്ട് പരമാവധി നേടാന്നുള്ളതൊക്കെ നേടിയതുകൊണ്ട് ജീവിതം സുരക്ഷിതമായിരിക്കും. പക്ഷെ ജയിലിൽ കിടക്കണ്ടേ? അതാണ്, ജയിലിൽ കിടക്കുന്നത് മാത്രമാണോ, സന്തതി പരമ്പരകൾ അയ്യപ്പന്റെ മോട്ടിച്ചവൻ പേര് വരും.
സ്വന്തം വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? ദാണ്ടെ മാത്രമല്ല ഇയാളിപ്പോൾ ഈ പുതിയ വീട് വലിയ കൊട്ടാരം പോലത്തെ വീടൊക്കെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും സംശയിക്കും ഇവനോട് നാടായി കാശ്, ഇവൻ പാപ്പരായി പോയ ഒരുത്തനാണ്, ഇവൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലാതെ നിലവിളിച്ചുകൊണ്ട് പോയ ഒരുത്തൻ ഇപ്പം എങ്ങനെ ഇതായി മാറും എന്നുള്ള ഒരു ചോദ്യം വരും. അല്ല, ഇതൊക്കെ കണ്ടു കിട്ടണം. ഇത് ഇയാളെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ് ചോദിക്കണം ഇങ്ങനെയുള്ളവൻ്റെയൊക്കെ. ഒരു ജോലി കൂലി ഇല്ലാതെ നടക്കണമാരെല്ലാം കൊട്ടാരം പോലത്തെ വീടും വെച്ച് ഇന്നോവ ക്രിസ്റ്റ കാറ് വാങ്ങിച്ച് നടക്കും. അത് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അന്വേഷിക്കേണ്ടത്. ജീവിതത്തിൽ പഞ്ചായത്ത് മെമ്പറല്ലോ 1000 രൂപ കയ്യിലെടുക്കാനില്ലായിരുന്നമാരില്ല നിന്ന നിലയിൽ ഇത്രയും കോടീശ്വരന്മാരെ എങ്ങനെയാണെന്ന് അന്വേഷിക്കേണ്ടി വരും. ഏതായാലും അയ്യപ്പൻ അദ്ദേഹം നീതി വീണ്ടും നടപ്പിലാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ നേരെ തിരിഞ്ഞ് നിന്ന് മുഷ്ടി ഉരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന പോലെ അയ്യപ്പനെ ശരണം വിളിച്ച പ്രശാന്തും ഇതാ ജയിലിൽ പോകുന്നു. കയറുന്ന വഴിക്ക് ആ ജയിലിൻ്റെ അവിടെ ചെല്ലുന്ന സമയത്ത് ഒന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് നന്നായിരിക്കും.